ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് രാവിലെ നമുക്ക് ദോശയായിരുന്നു. ഉച്ചയ്ക്ക് പച്ച പാവയ്ക്ക പച്ചയ്ക്ക് തന്നെ അങ്ങ് വറക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് പച്ചയ്ക്ക് തന്നെ അങ്ങ് വറക്കുക കേട്ടോ. പിന്നെ നമുക്കിന്ന് പപ്പടവും പച്ചമോരുമാണ്. ഓക്കേ, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് റെസിപ്പി കാണിച്ചില്ലല്ലോ. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തായിരുന്നു കേട്ടോ. മറന്നുപോയതാണേ, തെറ്റിയത് ക്ഷമിക്കണേ. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് അത് ഞാൻ ഈ ചെരുവത്തിൻ്റെ ഒരു പകുതി ചെരുവം വെള്ളം എടുത്തിട്ട് അത് കുറുക്കിയെടുത്ത് കേട്ടോ. ഇനി നമ്മൾ ഈ ചെറിയ കപ്പിന് 1 കപ്പ് അരിപ്പൊടി അതിനകത്ത് ആ മാവിനകത്ത് കുറുക്കിയ മാവിനകത്ത് കപ്പി കാച്ചുക എന്ന് പറയും, അതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇതൊരു 2 നുള്ള് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ കലക്കി വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് അലുത്ത് വരും. ഇത് പിന്നെ ഇടക്കാലാശ്വാസം. 2 കിവിയും ഒരു പ്ലമ്മോ ഇരുന്നൊന്ന് ചെത്തിയെടുത്തതായിട്ടോ കഴിക്കാൻ വേണ്ടി. രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതുകൊണ്ട് ഒരു 11 ആകുമ്പോൾ കിളിയിലാ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലേ വെള്ളം കുടിച്ച് നിൽക്കും. പാവയ്ക്ക വറുത്ത് വന്നിട്ടുണ്ട്. 1-2 എണ്ണാക്കി ഇങ്ങനെ വറക്കാതെ കിടപ്പുണ്ട്, സാരമില്ല കേട്ടോ. ഈസ്റ്റ് ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. ഇനി 1 കപ്പ് പൊടി, ഒരേ 1 കപ്പ് പൊടി മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ടേ, ഇതിനകത്തങ്ങ് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ചുടുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു ശകലം ഉപ്പും പഞ്ചസാരയും കൂടെ ഇടണേ. 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പൂടെ 1 ടീസ്പൂൺ വെള്ളത്തിനകത്ത് ഒന്ന് കലക്കുവാണ്. അത് കലങ്ങി കഴിയുമ്പോൾ അതുകൂടെ ഇങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്നിട്ട് പൊങ്ങിക്കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ പൊങ്ങിക്കഴിയുമ്പം നമ്മൾ അരമുറി തേങ്ങ, നമ്മുടെ ഈ തേങ്ങ ഉള്ളതുപോലെ 1/4 മുറിയോ അരമുറിയോ 1 പിടിയോ എത്രയായാലും തേങ്ങയും കൂടെ ഇട്ട് ശകലം ജീരകവും കൂടെ ഇട്ട് 2 വെളുത്തുള്ളിയും 2 ചുമന്നുള്ളിയും ചതച്ചിടുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇവിടെ ഉള്ളി കിട്ടുകയില്ല, അപ്പോൾ പിന്നെ സവാള എങ്ങനെ ഇടുന്നത്, അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല. വേണേ ഒരു അല്ലി വെളുത്തുള്ളി ഇടാം, ജീരകവും ഇടാം. ഓക്കേ, ജീരകവും തേങ്ങയും ഒക്കെ ഇട്ട് കണ്ടോ. നമുക്ക് ചൂടാവേ. കല്ല് ചൂടായി. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ ഓയിലൊന്നും ചേർക്കണ്ട. ഒരെണ്ണം കോരി ഒഴിക്കട്ടെ. കള്ളപ്പത്തിന് ഈ കൺസിസ്റ്റൻസി വേണം, എന്നാലേ ഈ കള്ളപ്പത്തിനൊരു ഗുമ്മുള്ളൂ. ഇതോടെ നിങ്ങളെ അങ്ങ് ചുട്ട് കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കാമല്ലോ എന്ന് വെച്ചാൽ. ഇനി ആരൻ വന്നിട്ട് 4 എണ്ണം ചുട്ട് 2 എണ്ണം ഞങ്ങൾ കഴിച്ച് മാവെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. നാളെ രാവിലെ എടുക്കും. 2-3 ദിവസത്തേക്ക് കാണും, ചിലപ്പോൾ 2 ദിവസത്തേക്ക് കാണത്തുള്ളൂ. രാവിലെയും വൈകുന്നേരവും കഴിക്കത്തില്ലേ. വേഗട്ടെ. ചിലർ മൂടി വെക്കും എന്നിട്ട് മറിച്ചിടുവല്ല. ഞാൻ മറിച്ചിടും. ചെറുപ്പം തൊട്ട് കണ്ടത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. കണ്ടോ, വേഗട്ടെ. തീ കുറച്ച് വെച്ച് വേവിക്കണം. പോരാ, ഈ വശം നല്ലതായിട്ട് വേകണം. കപ്പി കാച്ചി കുഴച്ച് വറുത്ത് അരിപ്പൊടിയൊക്കെ ഇട്ട് കുഴച്ച് ഈസ്റ്റ് ഇട്ടുണ്ടാക്കി തേങ്ങ ഇട്ട് ജീരകം ഇട്ട് കള്ളപ്പം. അപ്പം നമ്മളുടെ വെള്ളയപ്പം കള്ളപ്പം ആറി കേട്ടോ, നന്നായിട്ട് ആറി. ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ, നല്ലതായിട്ട് ആറി. പിന്നെ സോഫ്റ്റാണെന്നറിയാം.
മണത്ത് നോക്കി. നല്ല കള്ളപ്പത്തിൻ്റെ മണം കണ്ടോ, നല്ല വൃത്തിയുള്ള അപ്പമല്ലേ. കണ്ടോ, കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. ഒരു കറിയും വേണ്ട. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വെള്ളയപ്പം ഓർഡർ തരേണ്ടിയവർ തന്നോളൂ. എത്ര വെള്ളയപ്പം വേണമെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഓക്കേ, നല്ല നാടൻ വെള്ളയപ്പം.